ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇതൊരു 2 വീക്സ് മുന്നേ എടുത്തിട്ടുള്ള ഒരു കോളേജ് വ്ളോഗാണ് കേട്ടോ. എനിക്കിപ്പോൾ ഭയങ്കര മടിയാണ് വ്ളോഗ്സൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട്. ഷോർട്സ് ആകുമ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുകൊണ്ടിരിക്കും, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ലേറ്റ് ആയിട്ടുള്ളത്. ഒരു നോർമലായിട്ടുള്ള ഒരു കോളേജ് വ്ളോഗാണ്, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേച്ചു. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് രാവിലെ അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു തണുപ്പും അത് കഴിയുമ്പോൾ അത്യാവശ്യം ഒരു ചൂടും, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ്. ഇത് ഞാൻ എൻ്റെ കബേർഡ് ഒതുക്കേണ്ട വെറും ഷോയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ഞാൻ കബേർഡ് കംപ്ലീറ്റ്ലി അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുത്താൽ ഇത് ഇടാമെന്ന് വിചാരിച്ചു, ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അങ്ങനെ പിന്നെ വേഗം പോയിട്ട് ബ്രഷ് ചെയ്തിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ മേക്കപ്പൊക്കെ ഇട്ടു. മേക്കപ്പൊന്നും കാര്യമായിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു ഹെയർ വലിയ ഭംഗിയില്ല, കാരണം ഞാനത് കട്ട് ചെയ്തിട്ട് ഉടനെ ഉള്ള ഒരു വ്ളോഗായിരുന്നു കേട്ടോ. ഇതിപ്പം അത്യാവശ്യം കുറച്ച് ഹെയർ വളർന്നു, അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ നെറ്റിയിൽ ഭയങ്കര ബൾജായിട്ടുള്ളൊരു കുരുണ്ട്. എൻ്റെ ഫേസിൽ എപ്പോഴും മുഖക്കുരു വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണുന്ന രീതിക്കാണ് മുഖക്കുരു വരാറ്. എനിക്ക് ഒന്നെങ്കിൽ മൂക്കിൻ്റെ മേളിൽ അല്ലെങ്കിൽ നെറ്റിയിൽ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫുഡ് പൂരിയായിരുന്നു. അങ്ങനെ പൂരിയൊക്കെ കഴിച്ചിട്ട് ഞാനും ഐശ്വര്യം കൂടെ നേരെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൂരിയുടെ കാര്യം പറയുമ്പം, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതുള്ള ദിവസം മാത്രമാണ് ഞങ്ങൾ കഴിക്കാറ്. നല്ലത് മീൻസ് കഴിക്കാൻ പറ്റുന്ന രീതിക്ക് ദോശ, ഇഡ്ഡലി, പിന്നെ പൂരി, ഇതൊക്കെയാണ് ഞങ്ങൾ കഴിക്കാറുള്ളത്. നൂഡിൽസ്, പാസ്ത, അത്ര തന്നെ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ വ്ളോഗ് എടുക്കുമ്പോൾ മിക്കവാറും ഈ ഫുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ 1-2 കമൻറ്റ്സ് കണ്ട്, നിങ്ങൾക്ക് ഇത് മാത്രമേ പി ജിയിൽ കിട്ടലുള്ളൂ എന്ന്. ഇത് മാത്രമൊന്നുമല്ല, ആലു പൊറോട്ടയും പിന്നെന്താ മേഥി പൊറോട്ടയും ഒക്കെ കിട്ടാറുണ്ട്. ഞങ്ങൾ അങ്ങനെ കഴിക്കാറില്ലെന്ന് മാത്രം. അങ്ങനെ പിന്നെ നേരെ ക്ലാസ്സിലോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ക്ലാസ്സും സെക്കൻഡ് ഇയർ ക്ലാസ്സും വേറെ ആയിരുന്നു. തേർഡ് ഇയർ വന്നിട്ട് ഞങ്ങൾ വേറൊരു ക്ലാസ്സിലായിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് പണ്ടത്തെ ക്ലാസ്സുമായിട്ട്. ഇത് വലിയ രസമൊന്നുമില്ല, പിന്നെ ചുമ്മാ എങ്ങനെ ഇരിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ഫസ്റ്റ് ആറ് തന്നെ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ആറ് വന്നിട്ട് കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്ജക്റ്റാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ഐഡിയയും കിട്ടാത്തൊരു സബ്ജക്റ്റാണ് കേട്ടോ ഇത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 1 മന്ത് എബവ് ആയി ഞങ്ങളുടെ സെമ്മ് തുടങ്ങിയിട്ട്. ഇപ്പോഴും ഈ സബ്ജക്റ്റിനെ പറ്റി ഒരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എല്ലാവരും ഈ സബ്ജക്റ്റ് ഭയങ്കര ബോറായിട്ട് ഇങ്ങനെ എടുത്തേക്കാണ്. ഇനി ഇൻറ്റേർണൽസ് വരുമ്പോൾ വേണം മൊത്തം ഇരുന്ന് പഠിക്കാനായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫിലിം അപ്രീസിയേഷൻ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ മീഡിയ ലാബിലാണ് പോകല് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ലാബിൽ പോയിട്ട് അവിടെ ഇരുന്ന് ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഫിലിം അപ്രീസിയേഷൻ ആയതുകൊണ്ട് തന്നെ മൂവീസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസും, ഏത് മൂവി കാണണം, ഞങ്ങൾക്ക് എല്ലാ മൺഡേയും ലാസ്റ്റത്തെ 2 മൂവി കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് മാനസറിൻ്റെ ക്ലാസ് ആയിരുന്നു, CSR തിയറി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ CSR ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ലേഖ സ്പോർട്സിലുള്ളതുകൊണ്ട് ക്ലാസ് അങ്ങനെ അധികം അറ്റൻഡ് ആവലില്ല. അപ്പം ദിയ ഇങ്ങനെ നമ്മുടെ ടൈൽസൊക്കെ ഫുള്ള് പൊട്ടിക്കിടക്കുവാണെന്ന് ഇങ്ങനെ പറയുകയാണ്. ക്ലാസ് ഇപ്പം റെനോവേഷൻ നടക്കുകയാണ് കേട്ടോ ക്ലാസ്സിൽ. അപ്പം ഞങ്ങളിപ്പം വേറൊരു ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് സാറും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 4th ആറാണ് കേട്ടോ. അപ്പോൾ ഈ 4th ആറാകുമ്പോഴുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബോറടിയാവും. കാരണം ലഞ്ച് ബ്രേക്കിന് മുന്നുള്ള അവരാണ്. ലഞ്ച് ആവാനുള്ള വിശപ്പും ഉറക്കവും ഒക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ മൊത്തം ഉറക്കമായിരിക്കും. അങ്ങനെ ഞങ്ങൾ പിന്നെ ലഞ്ച് ബ്രേക്ക് ആയപ്പോഴത്തേക്കും പോയി റോള് മേടിച്ചിട്ട് ഞാനും ഐഷയും കൂടെ റോള് കഴിക്കുന്നുണ്ട്. ഒരു ചിക്കൻ റോള്, വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ടുള്ളൊരു റോളാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ലാസ്റ്റത്തെ 2 അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം അപ്രീസിയേഷൻ പ്രാക്ടിക്കലാണ്. അപ്പോൾ ഞങ്ങൾ മൂവീസ് കാണും കേട്ടോ. എല്ലാ മൺഡേയും ഞങ്ങൾ മൂവീസ് കാണലാണ് മെയിനായിട്ടുള്ള പരിപാടി. അപ്പം മൂവി കണ്ടിട്ട് അനാലിസിസും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതണം. അപ്പം അതിനിടയ്ക്ക് മാം എന്തൊക്കെയോ അവിടെ സംസാരിക്കുന്നു. അപ്പോൾ ആയിഷ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ഈ ഒരു ഗെയിമാണ്. അപ്പം ഈ ഗെയിം ഞാൻ പണ്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്, ഹേഡേ. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നതിന് ശേഷം മൂവി കാണുകയാണ്. സിംഗിങ് ഇൻ ദ റെയിൻ മൂവിയാണ് കേട്ടോ ഞങ്ങൾ കണ്ടത്. കുറച്ച് പഴയതായിട്ടുള്ള മൂവീസാണ് എടുത്തിട്ട് നമ്മൾ കാണാറുള്ളത് മോസ്റ്റ്ലി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതായിരുന്നു ലാസ്റ്റ് അവർ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് പൊക്കോളാം മാം പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ CSR പ്രാക്ടിക്കലിൻ്റെ ഭാഗമായിട്ട് ആക്ടിവിറ്റി പ്ലാൻ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് 2:30 ക്ലാസ് കഴിഞ്ഞാലും ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് പോകുമ്പോൾ 4:30 കോളേജ് വിട്ട് പോകുമ്പോൾ 4:30 എന്തായാലും ആവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലാബിലിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മീഡിയ ലാബ് കേട്ടോ. അപ്പോൾ അവിടെ എന്നിട്ട് ഞങ്ങളിങ്ങനെ ഓരോ ഐഡിയാസ് പറയും. അപ്പം മാം ഐഡിയാസ് പറയും, മാം ക്യാൻസൽ ചെയ്യും. വീണ്ടും നമ്മൾ ഐഡിയാസ് പറയും, മാം ക്യാൻസൽ ചെയ്യും. അങ്ങനെ മാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ ആലോചിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയത് ആയിഷ എന്നെ വിളിച്ചിട്ട് നമുക്ക് ഭാരതിയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ പൊന്നും KP ഒക്കെ അവിടെ വരുന്നുണ്ട്, നമുക്ക് അവരെ മീറ്റ് ആക്കാമെന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു. ഞാൻ അങ്ങനെ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കൊത്തുപൊറോട്ട പൊന്നു ഒരു കിഴി പൊറോട്ടയൊക്കെ മേടിച്ചിട്ടുണ്ടായി. അവൾ എന്ത് മേടിച്ചാലും ലാസ്റ്റ് അത് ഫ്ലോപ്പ് ആവാനും മാത്രമാണുള്ളത്, അത് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പോകാൻ, കാരണം ഞാൻ ഭയങ്കര ക്ഷീണിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പോയപ്പോഴാണ് ഇവർ എൻ്റെ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഗൈസ് എന്നെ വിളിച്ചിട്ടുണ്ടായത്. അങ്ങനെ എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാണ്. കാരണം എൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ ആണ് ഇവർ എന്നെ കൊണ്ടുപോയിട്ട് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഇവർ നാട്ടിൽ പോകുന്നുള്ളതുകൊണ്ട്. അപ്പം എനിക്ക് നല്ല ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ
വേണ്ടാന്ന് വിചാരിച്ചാണ് എന്നെ ഐസ് നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം ഭാരതിയിൽ പോയിട്ട് മോളിലിരുന്നു കുറച്ച് നേരം. പിന്നെ നല്ല മഴയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു ക്ലൈമറ്റും ഒക്കെ അടിപൊളിയായിരുന്നു. ഭാരതിയുടെ അവിടെ മൊത്തത്തിൽ ഇരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഭാരതീയ മോളിൽ പോകാനായിട്ടൊരു ഹാർഡ്ലി ഒരു 15 മിനിറ്റ്സ്, അതിനെ കൂടുതൽ വരത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കീപ്പിക്കും പൊന്നുവിനൊക്കെ എന്തോ മേടിക്കണമായിരുന്നു. അങ്ങനെ അവരങ്ങോട്ട് പോയിരുന്നു. ഞാനും ഐശ്വര്യം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ മസ്റ്റായിട്ടുള്ള വെസ്റ്റ് സൈഡിലുള്ള സെൽഫീസും കാര്യങ്ങളൊക്കെയാണ്. എപ്പോൾ പോയാലും വെസ്റ്റ് സൈഡിൽ നിന്നൊരു സെൽഫി അത് മസ്റ്റാണ്. അപ്പം അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം ഞാനും ഐശ്വര്യം വെയിറ്റ് ചെയ്തു കേട്ടോ പുറത്ത്. കാരണം ഇവർക്ക് ബില്ലടിക്കാനും ഒക്കെ ഭയങ്കര തിരക്കും കൂടെ ഉണ്ടായിരുന്നു. നല്ല ക്രൗഡഡ് ആയിരുന്നു മോളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് പി ജിയിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു ചെറിയ വ്ളോഗാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.